ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു യുവർ ചാനൽ ലൈഫ് സൈക്കിൾ. അപ്പോൾ നമ്മൾ ഇന്ന് വീണ്ടും വേറൊരു വാഹനത്തിൻ്റെ റിവ്യൂ ആയിട്ട് വന്നിരിക്കുകയാണ്. അതിനു മുമ്പ് നമുക്ക് പറയേണ്ടത് ഹീറോ ഹോണ്ട എന്നൊരു മോട്ടോർ സൈക്കിൾ ബ്രാൻഡിനെ കുറിച്ചാണ്. നമ്മുടെ ഇന്ത്യയിൽ 50% കൂടുതൽ മോട്ടോർ സൈക്കിളിൻ്റെ വിപണി കൈയടക്കിയിരുന്നൊരു വാഹന കമ്പനിയായിരുന്നു ഹീറോ ഹോണ്ട എന്നുള്ളത്. അതിനുശേഷം ഹോണ്ടയും ഹീറോയും സെപ്പറേറ്റഡ് ആയിട്ട് ഹീറോ മോട്ടോകോപ്പ് എന്ന പേരിൽ ഹീറോ ഹോണ്ട എന്ന വാഹന കമ്പനി പിന്നീട് അറിയപ്പെട്ടു. ഈ 50% വിപണി കൈയടക്കിയിരുന്ന ഹീറോ ഹോണ്ട ഹീറോ ആയപ്പോൾ അതൊരു 30% താഴേക്കായി. പക്ഷേ ഈ 30% താഴേക്കായി എന്ന് പറഞ്ഞിരുന്നാലും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടൂ വീലറിൽ വിപണി കൈയടക്കിയിരുന്നത് ഇപ്പോഴും ഹീറോ മോട്ടോകോപ്പ് തന്നെയാണ്. ഇന്നത്തെ ലോക വിപണിയിൽ ഹീറോ മോട്ടോകോപ്പ് 47 പരം കൺട്രികളിൽ സെയിൽസ് നടത്തുന്നുണ്ട്. അവിടെയെല്ലാം തന്നെ മിക്ക സ്ഥലങ്ങളിലും ഏറ്റവും കൂടുതൽ ടൂ വീലർ വിൽക്കുന്ന കമ്പനി എന്ന ഖ്യാതിയും ഹീറോ മോട്ടോകോപ്പ് നേടിയെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഹീറോ മോട്ടോകോപ്പിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ രസകരമായ കാര്യമാണ്. അതായത് ഒരു സൈക്കിൾ നിർമ്മാണ കമ്പനിയിൽ നിന്ന് തുടങ്ങി ഇന്ന് ഈ കാണുന്ന ഹീറോ മോട്ടോകോപ്പ് എന്ന ഏറ്റവും കൂടുതൽ മോട്ടോർ സൈക്കിൾ വിൽക്കുന്ന കമ്പനിയിലേക്ക് എത്തിയിരിക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചരിത്രമാണ്. ആ ചരിത്രം നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ യെസ് എന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിനെക്കുറിച്ചൊരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ ഇന്ന് കൊണ്ടുവന്ന വാഹനത്തിൻ്റെ റിവ്യൂയിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറയുന്നത് ഹീറോ മോട്ടോകോപ്പിൽ നിന്നും ഏറ്റവും പുതുതായിട്ട് ഇറങ്ങിയ ഡെസ്റ്റിനി എന്ന 125cc സ്കൂട്ടറാണ്. അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ജാപ്പനീസ് ഇരുചക്ര നിർമ്മാണ കമ്പനികളായ യമഹയും ഹോണ്ടയും ഇന്ത്യൻ വിപണിയിൽ സ്കൂട്ടറുകൾ ഒരുപാട് ഇറക്കിയപ്പോൾ 125cc സെഗ്മെൻറ്റിൽ ഹീറോ ഇറക്കിയ ഒരു വാഹനമാണ് ഈ ഡെസ്റ്റിനി എന്ന 125cc സ്കൂട്ടർ. അപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വാഹനമാണ് ഹീറോയുടെ ഏറ്റവും പുതിയ ഡെസ്റ്റിനി 125 എന്ന സ്കൂട്ടർ. ഈ വാഹനത്തിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അധികം മടുപ്പുളവാക്കാത്തൊരു ഡിസൈനാണ് ഹീറോ 125 ഡെസ്റ്റിനിയിൽ വന്നിരിക്കുന്നത്. ഒരു റെട്രോ ഫീൽ നൽകുന്ന അധികം കണ്ടുപരിചയമില്ലാത്ത ഒരു ഡിസൈനിലേക്കാണ് ഹീറോ ഈ വാഹനത്തെ ഡിസൈൻ ചെയ്ത് ഒരുക്കി വിട്ടിരിക്കുന്നത് നമുക്ക് പറയാനാകും. പഴയ ഡെസ്റ്റിനിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ ഈ വാഹനത്തിൽ വന്നിട്ടുണ്ട്. അതിലൊന്ന് എടുത്തു പറയേണ്ടതായിട്ടൊന്നുള്ളത് ഈ സിഗ്നേച്ചർ ആയിട്ടുള്ള LED ഡേ ടൈം റണ്ണിങ് ലാമ്പും അതിലെ പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് യൂണിറ്റുകളുമാണ്. ആ ഹീറോ മോട്ടോകോപ്പിൻ്റെ എച്ചിനോട് സാധിച്ചു തോന്നിക്കുന്ന LED DRLs ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഓൾ LED സെറ്റപ്പാണ് ഈ വാഹനത്തിൻ്റെ ലൈറ്റിംഗ് എല്ലാം വരുന്നത്. ഇനി നമുക്ക് ഏറ്റവും പുതിയ ഡെസ്റ്റിനി 125ൻ്റെ മുൻവച്ച കാഴ്ചകളിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ ഡൊമിനേറ്റിംഗ് ആയിട്ടുള്ള നല്ല തലയെടുപ്പുള്ളൊരു ഡിസൈനാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞതുപോലുള്ള ആ സിഗ്നേച്ചർ DRLും ആ പ്രൊജക്ടർ ഹെഡ് ലാംപ്സും വന്ന് കഴിഞ്ഞപ്പോൾ ആ വാഹനത്തിൻ്റെ മുഖം തന്നെ നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. ഇനി ആപ്രോണിലേക്ക് വരുമ്പോൾ ഇവിടെയായിട്ട് ഹീറോയുടെ ഒരു ബാഡ്ജിങ് ഒരു കോപ്പർ ഫിനിഷിൽ കൊടുത്തിരിക്കുന്നത് കാണാം. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഹനത്തിന് 3 വേരിയൻസ് ആണുള്ളത്: VX, ZX, ZX+. അതിൽ VX, ZX എന്നീ ട്രിമുകളിൽ ഈ ഗാർണിഷുകൾക്ക് ക്രോമിയം ഫിനിഷും ZX+ എന്ന ഈ ടോപ്പ് എൻഡ് വേരിയൻറ്റിൽ ഒരു കോപ്പർ ഫിനിഷുമാണ് ഈ ഗാർണിഷുകൾ കൊടുത്തിരിക്കുന്നത്. ഇനി ഈ വാഹനത്തിൻ്റെ ടയറുകളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ 90/90 12 ഇഞ്ചിൻ്റെ ഡയമണ്ട് കട്ട് അലോയിലുകളും ടയറുകളുമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ വാഹനത്തിൻ്റെ ബ്രേക്കിങ്ങിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ഡിസ്ക് ബ്രേക്കുകളാണ്, അതായത് വൈബ്രയുടെ ഡിസ്ക് ബ്രേക്കുകളാണ് ഹീറോ ഈ വാഹനത്തിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഫ്രണ്ട് സസ്പെൻഷൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മറ്റ് സ്കൂട്ടറുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു ടെലസ്കോപ്പിക് സസ്പെൻഷൻ ഹീറോ ഈ വാഹനത്തിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിന് ബെറ്റർ റൈഡബിലിറ്റിയും ബെറ്റർ ഹാൻഡ്ലിങ്ങും ഈ വാഹനത്തിൽ നിന്ന് കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ വശക്കാഴ്ചകളിലേക്ക് പോകാം. ഇനി ഡെസ്റ്റിനി 125ൻ്റെ ഇടതുവശത്തെ കാഴ്ചകളിലേക്ക് വരുമ്പോൾ ഈ സൈഡ് പാനലുകളൊക്കെ വളരെ ഫ്ലാറ്റ് ആയിട്ടാണ് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. അതായത് ഈ വാഹനം നല്ലൊരു സ്ലീക്കായിട്ട് ഡിസൈൻ ചെയ്യാൻ ഹീറോയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഈ സൈഡ് കവറൊക്കെ കണ്ടതായിട്ട് നല്ല ഫ്ലാറ്റ് ആയിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഡെമോ റൈഡ് എന്ന ലേബൽ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഡെസ്റ്റിനി 125 എക്സ്റ്റെക്സ് എന്നൊരു ബാഡ്ജിങ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതായത് ഹീറോയിൻ്റെ എക്സ്റ്റെക് കണക്ടിവിറ്റിയും മറ്റു കാര്യങ്ങളുള്ള വാഹനമാണിത്. ഇനി ഈ വാഹനത്തിൽ മറ്റ് സ്കൂട്ടറുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഹീറോ കൊടുത്തിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഈ കിക്കറാണ്. അതായത് ഫ്യൂൽ ഇഞ്ചക്റ്റഡ് വാഹനങ്ങളിൽ മറ്റ് സ്കൂട്ടറുകളിൽ അവർ ഒഴിവാക്കിയൊരു ഭാഗമാണ് ഈ കിക്ക് സ്റ്റാർട്ട് എന്നുള്ളത്. നമുക്ക് അത്യാവശ്യ അവസരങ്ങളിൽ ഈ കിക്ക് സ്റ്റാർട്ട് ചെയ്തും ഈ വാഹനം ഉപയോഗിക്കാം എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. ഞാൻ മറ്റ് സ്കൂട്ടറുകളൊക്കെ കിക്ക് സ്റ്റാർട്ട് ഇല്ലാത്ത വാഹനങ്ങൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ കമൻറ്റ് ബോക്സിൽ ഏറ്റവും കൂടുതൽ വന്ന കമൻറ്റും ഇതാണ്: കിക്കർ എടുത്ത് മാറ്റേണ്ടായിരുന്നു എന്നുള്ളൊരു കമൻറ്റാണ്. അതെന്തായാലും ഹീറോ കൊടുത്തത് നന്നായിട്ടുണ്ട്. പിന്നെ ഈ ട്രാൻസ്മിഷൻ കേസിൻ്റെ ഇവിടെയായിട്ട് ഹീറോൻ്റെ ഒരു ലേബലിംഗ് കാണാൻ സാധിക്കും.
പിന്നെ മുകളിലായിട്ട് എയർ ഫിൽറ്റർ ബോക്സ് കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ റിയറിൻ്റെ സിംഗിൾ ഹൈഡ്രോളിക് സസ്പെൻഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. പിന്നെ പുറകിലെ ടയറിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ 100/90 12 ഇഞ്ചിൻ്റെ ഡയമണ്ട് കട്ട് അലോയ് വീലും ടയറുകളുമാണ് ഹീറോ ഡെസ്റ്റിനി 125 കൊടുത്തിരിക്കുന്നത്. പിന്നെ ബ്രേക്കിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 130 mm ഡ്രം ബ്രേക്കുകളാണ് ഡെസ്റ്റിനിയിൽ പുറകിൽ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഡെസ്റ്റിനിയുടെ വലതുവശ കാഴ്ചകളിലേക്ക് വരാം. വലതുവശ കാഴ്ചകളിലേക്ക് വരുമ്പോൾ നമുക്ക് എഞ്ചിൻ്റെ കാര്യം പറയേണ്ടതുണ്ട്. എഞ്ചിനിലേക്ക് വരുമ്പോൾ 124.6 cc സിംഗിൾ സിലിണ്ടർ 4 സ്ട്രോക്ക് ഫ്യൂവൽ ഇഞ്ചക്റ്റഡ് എഞ്ചിനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 60 കിലോമീറ്റർ മൈലേജ് ആണ് ഹീറോ ക്ലെയിം ചെയ്യുന്നത്. അതെങ്ങനെ പോയാലും നമുക്കൊരു 55 അബോ അല്ലെങ്കിൽ 57 നമുക്ക് കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ ഇവിടെ ആയിട്ടൊരു ക്രോമിയം ഫിനിഷോട് കൂടി ഒരു ഹീറ്റ് ഗാർഡ് കൊടുത്തിരിക്കുന്നു ആ സൈലൻസറിൻ്റെ മുകളിലായിട്ട്. പിന്നെ ഒരു കാര്യം എടുത്ത് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫുഡ് പ്ലഗിൻ്റെ ഡിസൈനും വലുപ്പമാണ്. ഒരു ചാട്ടുളി പോലുള്ളൊരു ഡിസൈനാണ് ഹീറോ ഈ ഫുഡ് പ്ലഗിന് കൊടുത്തിരിക്കുന്നത്. പിന്നെ വളരെ വലുപ്പമുള്ള ഡിസൈനാണ്. ഇപ്പോൾ ഞാൻ ഈ ബൂട്ട്സ് വെച്ച് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആയിട്ടും 1 ഇഞ്ചിൻ്റെ സ്പേസ് ഉണ്ട്. മറ്റു സ്കൂട്ടറുകളിൽ കാണുന്ന പോലെ ചെറിയ ഫുഡ് പ്ലഗിൽ നമ്മൾ ബോഡിയിലേക്ക് ചേർത്ത് വെച്ച് ഉപയോഗിക്കുമ്പോൾ ആ പെയിൻറ്റ് പോകുന്ന പരിപാടികളൊന്നും ഈ വാഹനത്തിൽ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പിന്നെ നല്ല ഗ്രിപ്പുള്ള ഫുഡ് പ്ലഗ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഡെസ്റ്റിനിയുടെ സീറ്റിലേക്ക് വരാം. വളരെ വൈഡായിട്ടുള്ള വളരെ ലോങ് ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള സീറ്റാണ് ഡെസ്റ്റിനിയിൽ വന്നിരിക്കുന്നത്. ഇതിൽ രണ്ടാൾക്ക് നിഷ്പ്രയാസം നല്ല കംഫർട്ടോടു കൂടി യാത്ര ചെയ്യാൻ സാധിക്കും. പിന്നെ VX എന്ന സ്റ്റാർട്ടിംഗ് വേരിയൻറ്റിൽ ഒഴികെ, അതായത് ZX പ്ലസ് എന്ന വേരിയൻറ്റുകളിൽ ഈ ബാക്ക് റെസ്റ്റ് കൂടി ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പില്ലിയനർക്ക് നല്ല രീതിയിൽ തന്നെ ബാക്ക് സപ്പോർട്ട് ചെയ്ത് ഈ വാഹനത്തിൽ യാത്ര ചെയ്യാവുന്നതാണ്. പിന്നെ ഈ വാഹനത്തിൻ്റെ ഫ്യൂവൽ ലിഡ് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. നമുക്കിവിടെ ഒരു ഫ്യൂവൽ ലിഡ് ഉണ്ടെന്ന് അറിയുക പോലുമില്ല. ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. കീ പ്രസ് ചെയ്തിട്ട് റൈറ്റിലേക്ക് ടേൺ ചെയ്താൽ ഇവിടെ ഫ്യൂവൽ ലിഡ് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നല്ല രീതിയിൽ തന്നെ ഫ്യൂവൽ ലിഡ് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ വാഹനത്തിൻ്റെ ടൈൽ ലെൻഡിങ്ങിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, ഹീറോ വിതയിൽ കൊടുത്തിരിക്കുന്ന ചെറിയ ഡിസൈൻ എലമെൻറ്റുകളൊക്കെ ഇവിടെയും വന്നിട്ടുണ്ട്. അത് വളരെ ഭംഗിയായിട്ടുണ്ട്. പിന്നെ ഡെസ്റ്റിനി 125ൻ്റെ അണ്ടർ സീറ്റ് സ്റ്റോറേജിലേക്ക് വരുമ്പോൾ 26 ലിറ്ററാണ് ഈ വാഹനത്തിൻ്റെ സ്റ്റോറേജ് എന്ന് പറയുന്നത്. ഒരു ഫുൾ ഫേസ് ഹെൽമെറ്റൊക്കെ ഇതിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്യാനാകും. മറ്റ് സ്കൂട്ടറുകളുടെ സ്റ്റോറേജ് സ്പേസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അധികം കൂടുതലുമല്ല അധികം കുറവുമല്ലാത്ത സ്റ്റോറേജ് സ്പേസ് ആണ് ഈ ഡെസ്റ്റിനി 125 വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വാഹനത്തെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ എക്സോസ് സൗണ്ട് നോക്കിയാലോ. സ്കൂട്ടറുകൾക്ക് എക്സോസ് സൗണ്ട് നോക്കിയിട്ട് കാര്യമുണ്ടോ? പക്ഷേ നമുക്ക് എന്തായാലും നോക്കാം. നമ്മൾ ബൈക്കുകൾക്കാണ് എക്സോസ് സൗണ്ട് നോക്കാറുള്ളത്. അതായത് ആ ത്രില്ലിംഗ് സൗണ്ടാണോ, നമ്മളെ ത്രസിപ്പിക്കുന്ന സൗണ്ടാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് നമ്മൾ എക്സോസ് സൗണ്ട് നോക്കാറുള്ളത്. എന്തായാലും നമുക്ക് ഈ വാഹനത്തിൻ്റെ എക്സോസ് സൗണ്ട് നോക്കാം. എന്തായാലും ഞാൻ മൈക്ക് ഊരിയിട്ട് എക്സോസിനടുത്ത് പിടിപ്പിക്കുകയാണ്. ഞാൻ ഡ്രൈവ് ചെയ്തപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ? ഈ വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ അധികം കലപില സൗണ്ടിലൊന്നും വരുന്നില്ല. വളരെ ബട്ടറി സ്മൂത്തായിട്ടൊരു സൗണ്ടാണ് ഈ വാഹനത്തിൽ നിന്ന് വരുന്നത്. പിന്നെ ഈ വാഹനം സ്റ്റാർട്ട് ചെയ്തപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതായത് 1 ടച്ച് സ്റ്റാർട്ടാണ് ഈ വാഹനത്തിൽ വരുന്നത്. അതായത് സെപ്പറേറ്റ് സ്റ്റാർട്ടർ മോട്ടറുകളൊന്നും ഇല്ലാതെ ഈ ജനറേറ്റർ തന്നെ സ്റ്റാർട്ടർ മോട്ടറായിട്ട് വർക്ക് ചെയ്യുന്നൊരു ടെക്നോളജിയാണ് ഹീറോ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഡെസ്റ്റിനി 125ൻ്റെ റിയർ എലമെൻറ്റുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ എവിടേക്കോ ഒരു വിത ടച്ച് എവിടേക്കോ ഒളിഞ്ഞു കളിക്കുന്നുണ്ട്. അത് നല്ല കാര്യം തന്നെയാണ്. ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈനിൽ വന്നൊരു വാഹനമാണ് വിത എന്ന് പറയുന്നത്. ഹീറോയുടെ ഇലക്ട്രിക് സെഗ്മെൻറ്റ് വാഹനം കൂടിയാണ് വിത എന്ന് പറയുന്നത്. വിതയിലിപ്പോൾ V1 കഴിഞ്ഞു, V2ൻ്റെ കാലമാണ്. V2ൽ 3 വേരിയൻറ്റുകളുണ്ട്. ആ വാഹനങ്ങളും നമുക്ക് അടുത്ത് തന്നെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ഹാൻഡിലേക്ക് പോകാം. ഹാൻഡിലേക്ക് പോകുമ്പോൾ നമുക്ക് സ്വിച്ച് ഗിയറിൻ്റെ കാര്യം എടുത്ത് പറയേണ്ടതുണ്ട്. വളരെ ഫിറ്റ് ആൻഡ് ഫിനിഷുള്ള സ്വിച്ച് ഗിയറുകളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ വാഹനത്തിൻ്റെ ബോഡി പാനലുകളിൽ ഒരു കാര്യം പറയാനുള്ളത്, മാക്സിമം ഭാഗവും മെറ്റൽ ഭാഗങ്ങളാണ് ഹീറോ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ഫൈബറിൻ്റേതായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതും വളരെ ഫിനിഷിങ്ങും വളരെ ക്വാളിറ്റിയുമുള്ള ഫൈബർ തന്നെയാണ് ഹീറോ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വിച്ചുകളിലേക്ക് വരാം. വളരെ ഫിറ്റ് ആൻഡ് ഫിനിഷുള്ള സ്വിച്ചുകളാണ് കൊടുത്തിരിക്കുന്നത്. അല്ല, ഹാൻഡിൽ ഗ്രിപ്പിലേക്ക് വരുമ്പോൾ ക്രോമിയം ഫിനിഷിനുള്ള മെറ്റലിൻ്റെ തന്നെ എൻഡ് വെയിറ്റുകൾ ഹീറോ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ വളരെ വൈഡായിട്ടുള്ള ഹാൻഡിലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെയായിട്ടും നല്ല ഫിറ്റ് ആൻഡ് ഫിനിഷുള്ള സ്വിച്ചുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഈ ഇലക്ട്രിക് സ്റ്റാർട്ട് സ്വിച്ചിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇത് ഇലുമിനേറ്റഡ് ആണ്. നമുക്ക് രാത്രി കാലങ്ങളിൽ ഈ ഇഗ്നിഷൻ ഓൺ ആയി കഴിഞ്ഞാൽ ഒരു ഇലുമിനേറ്റഡ് സ്വിച്ചാണ് കാണാൻ സാധിക്കുക. ഇപ്പോൾ ഈ പകൽവെട്ടത്തിൽ എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല. ഇലുമിനേറ്റഡ് സ്വിച്ചുകളാണ്. അത് വളരെ ഉപകാരപ്പെട്ടത് തന്നെയാണ്. പിന്നെ i3s ടെക്നോളജിയുടെ സ്വിച്ചിലൂടെ കാണാൻ സാധിക്കും. പിന്നെ ഹെഡ്ലൈറ്റ് അഡ്ജസ്റ്ററിൻ്റെ സ്വിച്ച് ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ ഈ വാഹനത്തിൻ്റെ മിററുകളുടെ കാര്യം എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഈ വാഹനത്തിൻ്റെ ഡിസൈനിനോട് തികച്ചും നീതി പുലർത്തുന്ന ഡിസൈൻ തന്നെയാണ് ഈ മിററുകൾക്ക് വന്നിരിക്കുന്നത്. അതിലും ഗാർണിഷിങ് എലമെൻറ്റുകൾ കൊടുത്തിരിക്കുന്നത്.
പിന്നെ വളരെ നീതിബോധം പുലർത്തുന്ന ഡിസൈൻ തന്നെയാണ് ഹീറോ ഈ ഡെസ്റ്റിനി 125 കൊടുത്തിരിക്കുന്നത്. ഇനി ഇവൻ്റെ ഫുഡ് ബോർഡിലേക്ക് വരാം. ഫുഡ് ബോർഡിലേക്ക് വരുമ്പോൾ വളരെ വലുപ്പമുള്ള ഫുഡ് ബോർഡ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം ഗ്യാസ് സിലിണ്ടറൊക്കെ വയ്ക്കാവുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഞാൻ അത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഗ്യാസ് സിലിണ്ടർ ഒരു 2 വീലറിൽ ക്യാരി ചെയ്യുന്നത് വളരെ അപകടമുള്ള കാര്യം തന്നെയാണ്. ഇനി ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടൊരു ബോട്ടിൽ പോക്കറ്റ് കാണാൻ സാധിക്കും. നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാനുള്ള പ്രൊവിഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ടൈപ്പ് എ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചാർജിങ് കേബിൾ വഴി ഫോൺ അവിടെ സ്റ്റോർ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ബോട്ടിൽ സ്റ്റോർ ചെയ്യാവുന്നതാണ്. പിന്നെ ഇവിടെ ആയിട്ട് മാക്സിമം 3 kg ഹുക്ക് ചെയ്യാവുന്നൊരു ഹുക്ക് കൂടി. ഇനി ഡെസ്റ്റിനി 125ൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വരുമ്പോൾ ഒരു ഇൻവെർട്ടഡ് LCD ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഹീറോ കൊടുത്തിട്ടുണ്ട്. അതിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്, അതുപോലെ ഒരുപാട് ഇൻഡിക്കേഷൻസ് ഉണ്ട്. അതായത് സൈഡ് സ്റ്റാൻഡ് കട്ട് ഓഫ്, എൻജിൻ വാണിങ്, ഫ്യൂവൽ എം ടി ആകുമ്പോൾ വാണിങ്, അങ്ങനെ ഒരുപാട് വാണിങ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലെ കാര്യത്തിലേക്ക് വരാം. ഇവിടെ ആയിട്ട് സ്പീഡോമീറ്റർ കൊടുത്തിരിക്കുന്നു, താഴെയായിട്ട് ടൈം കൊടുത്തിരിക്കുന്നു, ആവറേജ് ഫ്യൂവൽ എഫിഷ്യൻസി ഇവിടെ കൊടുത്തിരിക്കുന്നു, ഫ്യൂവൽ ഗേജ് ഇവിടെ കൊടുത്തിരിക്കുന്നു. പിന്നെ ഈ വാഹനത്തിൽ ഡിസ്റ്റം ടു MT അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. വിട്ടുപോയ കാര്യങ്ങൾ ഞാൻ റൈഡിങ്ങിൽ പറഞ്ഞു തരാം. ഈ ഡെസ്റ്റിനി 125ൻ്റെ ടെയിൽ ലാമ്പ് സെക്ഷൻ നോക്കി, വളരെ കൂളായിട്ടുള്ള വളരെ മികവുറ്റ ഡിസൈൻ തന്നെയാണ് ഈ ഡെസ്റ്റിനി 125ന് ഹീറോ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ വാഹനത്തിൻ്റെ ഇൻഡിക്കേറ്ററിലും ഒരു ടെക്നോളജി ഹീറോ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഓട്ടോ ക്യാൻസലിംഗ് ബ്ലിങ്കേഴ്സാണ് ഹീറോ ഇതിൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ പല സ്ത്രീകളും അല്ലെങ്കിൽ പുരുഷന്മാർ പോലും ചെയ്യാറുള്ള കാര്യമാണ്. ഇൻഡിക്കേറ്റർ ഇടും, അവർ ടേണൊക്കെ തിരിയും, പിന്നെ അത് ഓഫാക്കില്ല. പിന്നെ അവർ അടുത്ത ടേൺ ഉപയോഗിക്കുന്നത് ചിലപ്പോൾ ഈ ഇട്ട സിഗ്നലിൻ്റെ ഓപ്പോസിറ്റിലേക്ക് ആയിരിക്കും. പുറകെ വരുന്ന പല വാഹനങ്ങൾക്കും അതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് പറ്റി അപകടങ്ങൾ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണാറുമുണ്ട്. മരണം വരെ സംഭവിക്കാവുന്ന കാര്യങ്ങളാണിത്. അതുകൊണ്ട് തന്നെയാണ് ഹീറോ ഇതിൽ ഓട്ടോ ക്യാൻസലിംഗ് ബ്ലിങ്കേഴ്സ് എന്ന് പറയുന്നിട്ട് ആ ടേൺ ഇൻഡിക്കേറ്റേഴ്സിനെ നമ്മുടെ ടേൺ എടുത്തതിന് ശേഷം ഇത് ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആവുന്ന ടേൺ ഇൻഡിക്കേറ്റേഴ്സാണ് ഹീറോ ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വാഹനത്തെ ഒന്ന് റൈഡ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട് റൈഡബിലിറ്റിയും ഈ വാഹനത്തിൻ്റെ കംഫർട്ടും എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് വരാം. അങ്ങനെ ഏറ്റവും പുതിയ ഹീറോ ഡെസ്റ്റിനി 125നെ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വാഹനത്തെ ഓടിക്കുമ്പോൾ നമുക്ക് എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ റിഫൈൻമെൻ്റ് ആണ്. വളരെ റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനും അതുപോലെ തന്നെ ബോഡി പാർട്സിൽ നിന്നും ഒട്ടും വൈബ്രേഷൻ പോലും നമുക്ക് ഈ വാഹനത്തിന് ലഭിക്കുന്നില്ല. പിന്നെ ഇവൻ്റെ സീറ്റിംഗ് പോസ്റ്ററിലേക്ക് നോക്കി, ഒരു കറക്റ്റ് അപ്രൈറ്റ് പോസ്റ്ററിലാണ് എനിക്ക് ഈ വാഹനത്തിൽ ഓടിക്കാൻ സാധിക്കുന്നത്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇവൻ്റെ എഞ്ചിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, 124.6 cc സിംഗിൾ സിലിണ്ടർ 4 സ്ട്രോക്ക് ഫ്യൂവൽ ഇഞ്ചക്റ്റഡ് എഞ്ചിനാണെന്ന് ഞാൻ പറഞ്ഞു. ഈ എഞ്ചിൻ 9 bhp കരുത്ത് 7000 RPM-ലും 10.4 Nm ടോർക്ക് 5200 RPM-ലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. പിന്നെ ഇവൻ്റെ ഫ്യൂവൽ എഫിഷ്യൻസി എന്ന് ഞാൻ നേരത്തെ എടുത്ത് പറഞ്ഞതാണ്, 60 km ഹീറോ ഇവൻ്റെ ഫ്യൂവൽ എഫിഷ്യൻസി ക്ലെയിം ചെയ്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ പോയാലും നമുക്കൊരു 55-57 കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പിന്നെ ഇവൻ്റെ സ്റ്റൈലിങ്ങിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഡോമിനേറ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റൈലിംഗാണ്. ഇവൻ്റെ ഹെഡ് ലാമ്പ് യൂണിറ്റും ഒക്കെ നല്ല രീതിയിൽ ഉയർന്നു നിൽക്കുന്ന, അതായത് തലയെടുപ്പോട് നിൽക്കുന്ന ഒരു ഡിസൈനാണ് ഡെസ്റ്റിനിയിൽ ഹീറോ കൊടുത്തിരിക്കുന്നത്. ഇത് നല്ല ഭംഗിയുള്ളതും കൂടിയാണ്. പിന്നെ ഇവൻ്റെ കളർ സ്കീമിലേക്ക് വരുമ്പോൾ 5 കളറുകളാണ് ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. അതിൽ ZS+ എന്ന വേരിയൻറ്റിൽ വൈറ്റും ബ്ലാക്കുമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ZS-ൽ 2 കളറുണ്ട്. പിന്നെ VX-ൽ 1 കളറാണ് കൊടുത്തിരിക്കുന്നത്, അത് റെഡ് കളറാണ്. പിന്നെ ഈ വാഹനത്തിൻ്റെ ടേണിങ് റേഡിയസ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇവനെ U-ടേൺ അടിക്കാൻ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഇതാ വന്ന പോലെ തന്നെ നിഷ്പ്രയാസമായിട്ട് ഇവനെ U-ടേൺ ചെയ്യാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. അതായത് ഒരു ചെറിയ ലോക്കൽ റോഡിൽ പോലും നമുക്ക് നല്ല രീതിയിൽ U-ടേൺ എടുത്ത് പോകാൻ സാധിക്കുന്നുണ്ട്. ഇനി ഇവൻ്റെ മിററുകളിലേക്ക് വരാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ വൈബ്രേഷൻ കുറഞ്ഞ വാഹനമായതുകൊണ്ട് തന്നെ ഇവൻ്റെ മിററുകളിൽ ഒട്ടും തന്നെ വൈബ്രേഷൻ വരുന്നില്ല. നല്ല വിസിബിലിറ്റിയും ഈ മിററുകൾ കാഴ്ചവെക്കുന്നുണ്ട്. ഇനി ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആ ഇൻവേഴ്സ് LCD ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ആയതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് വ്യക്തമായിട്ട് വായിച്ചെടുക്കാൻ സാധിക്കും. ഇപ്പോൾ ക്യാമറയിലുള്ളത് എങ്ങനെയാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് പറയാൻ സാധിക്കില്ല. പിന്നെ ഇവൻ്റെ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെൽ റിഫൈൻഡ് ആണ്, ബെറ്റർ ഹാൻഡ്ലിംഗ് ആണ്. അതുപോലെ ബ്രേക്കിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് ആയതുകൊണ്ട് തന്നെ നല്ല ബൈറ്റുള്ള ബ്രേക്കുകളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പുറകിലെ ഡ്രം ബ്രേക്ക് ആണെന്നുള്ളത് ഒരു പോരായ്മയൊന്നുമല്ല, നല്ല ബൈറ്റ് തന്നെ പുറകിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. പിന്നെ ഈ വാഹനത്തിൻ്റെ വെയിറ്റ് ഞാൻ പറയാൻ മറന്നുപോയി, 115 കിലോയാണ് ഈ വാഹനത്തിന് ഭാരം വരുന്നത്. ഇത് അത്ര കണ്ട് കൂടുതലോ അത്ര കണ്ട് കുറവൊന്നുമല്ല. അപ്പോൾ എന്താണ് ഈ ഡെസ്റ്റിനി 125 എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള
വളരെ ഫിറ്റ് ആൻഡ് ഫിനിഷ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ലോഡഡ് ആയിട്ടുള്ള ഒരു സ്കൂട്ടറാണ് ഈ ഡെസ്റ്റിനി 125 എന്ന് പറയുന്നത്. ഹീറോയുടെ വിശ്വാസവും മറ്റു കാര്യങ്ങളൊക്കെ ഫുള്ളി ലോഡഡ് ആയിട്ടുള്ള വളരെ സ്ലീക്ക് ആയിട്ടുള്ള ലേഡീസിനും ജെൻസിനും ഒരുപോലെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്കൂട്ടറാണ് ഈ ഡെസ്റ്റിനി 125 എന്ന് പറയുന്നത്. ഇനി ഈ വാഹനത്തിൻ്റെ വിലയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ 3 വേരിയൻ്റാണുള്ളത്. VX, ZX, ZX പ്ലസ്. VXന് 85,275 രൂപയാണ് എക്സ്-ഷോറൂം റേറ്റ് വരുന്നത്. ZS പ്ലസ് വരുമ്പോൾ 95,125 രൂപയാണ് ZS പ്ലസിനും എക്സ്-ഷോറൂം റേറ്റ് വരുന്നത്. അപ്പോൾ ഏകദേശം 1 ലക്ഷത്തിന് മുകളിൽ തൊട്ട് മുകളിൽ ആയിട്ട് വാങ്ങാവുന്ന ഓൺ റോഡിൽ വാങ്ങാവുന്ന ഒരു വാഹനമാണ് ഈ ഡെസ്റ്റിനി 125 എന്നുള്ളത്. വളരെ ഫ്യൂവൽ എക്കോണമിയാണ്, വളരെ ഫിറ്റ് ആൻഡ് ഫിനിഷ് ഉണ്ട്, മികച്ച ഡ്രൈവബിലിറ്റി ഉണ്ട്, സേഫ്റ്റി ഉണ്ട്. എല്ലാ കാര്യങ്ങളിലും ലോഡഡ് ആയിട്ടുള്ള ഹീറോയിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു മികച്ച 125cc സ്കൂട്ടർ തന്നെയാണ് ഹീറോ ഡെസ്റ്റിനി 125 എന്ന് പറയുന്നത്. അപ്പോൾ ഹീറോ ഡെസ്റ്റിനി 125ൻ്റെ വിശേഷങ്ങൾ ഇവിടെ പറഞ്ഞു തീർക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ കൊള്ളുന്ന വെയിലിനൊക്കെ ഒരു ഉപകാരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് ഈ ചാനലിൽ കിട്ടണം. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും കമൻ്റായാലും ലൈക്കായാലും ഷെയറുകളായാലും ഈ ചാനലിൻ്റെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. ഇനി നമുക്കൊരു പുതിയ വാഹനത്തിൻ്റെ മറ്റൊരു റിവ്യൂ ആയിട്ട് കാണാം. ബൈ.